ഓം ശ്രീ ഗണേശായ ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീ ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 12-ാം അധ്യായമായ ദേവി മാഹാത്മ്യ ചരിത്രത്തെ പറ്റിയാണ്. 24 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 25-ാമത്തെ ശ്ലോകം മുതൽ പഠിക്കണം. ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം. ആദ്യത്തെ ശ്ലോകം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ദസ്യുഭിർവാവൃതശൂന്യേ ഗ്രഹീതോ വാപി ശത്രുഭിഃ സിംഹവ്യാഘ്രാനുയാതോ വാ വനേ വാ വനഹസ്തിഭിഃ. ദസ്യുഭിർവാവൃതശൂന്യേ. ദസ്യുഭിഹി വാ. വാ എന്ന് പറഞ്ഞാൽ ഓർ. ദസ്യന്മാരെന്ന് പറഞ്ഞാൽ കള്ളന്മാർ. കള്ളന്മാരാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ വളഞ്ഞ് കള്ളന്മാർ വളഞ്ഞ് ശൂന്യ എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലത്ത്. ഗ്രഹീത പിടിക്കപ്പെടുക. വാ അഭി അല്ലെങ്കിൽ ശത്രുവിഹി ശത്രുക്കളാൽ ബന്ധിക്കപ്പെടുക, പിടിക്കപ്പെടുക. അപ്പം കള്ളന്മാരാലും ശത്രുക്കളാലും വിജനമായ സ്ഥലത്ത് വെച്ച് നമ്മളെ വളഞ്ഞാക്രമിക്കാൻ വന്നാൽ, കൂടാതെ സിംഹ വ്യാഘ്ര അനിയാതക. സിംഹമോ വ്യാഘ്രം എന്ന് പറഞ്ഞാൽ പുലിയോ അനുയാതക നമ്മളുടെ പുറകെ പിന്നാലെ വന്നാൽ, വാ അല്ലെങ്കിൽ വനേ വാ വനഹസ്തിഭിഹി. വനത്തിൽ ഹസ്തി എന്ന് പറഞ്ഞ ആന. വനത്തിൽ കാട്ടാനകൾ വന്നാലോ, അപ്പം കാട്ടിലകപ്പെട്ടു പോകുകയോ വിജനമായ സ്ഥലത്ത് വെച്ച് കള്ളന്മാരാലോ ശത്രുക്കളാലോ ബന്ധിക്കപ്പെട്ട് വളഞ്ഞു വെച്ചാലോ, സിംഹം വ്യാഘ്രം മുതലായവ ആക്രമിക്കാൻ വന്നാലോ, ആ കാട്ടാനകൾ വന്നാലോ. പിന്നെയും തുടരുക. രാജ്ഞാ ക്രുദ്ധേന ചാജ്ഞപ്തോ. രാജാവ് കോപത്താൽ ചാജ്ഞപ്തോ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക എന്നർത്ഥം. ആജ്ഞപ്തോ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക. എന്തിന്? വധ്യോ ബന്ധഗതോപിവ. ബന്ധിക്കാനോ വധിക്കാനോ രാജാക്കന്മാരാൽ ആജ്ഞാപിക്കപ്പെടുമ്പോൾ. ആഘൂർണിതോവാ വാതേന. ആഘൂർണിതം എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങുക എന്നർത്ഥം. ഘൂർണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കറങ്ങുക. അപ്പം കണ്ണിനെ വട്ടം ഇങ്ങനെ കറക്കുന്നതിന് ആഘൂർണിതം എന്ന് പറയും. കണ്ണ് വട്ടത്തിൽ കറക്കുക. അപ്പം ഇവിടെ വട്ടം കറങ്ങുക. വാതേന. വാതം എന്ന് പറഞ്ഞാൽ കാറ്റ്. ചുഴലിക്കാറ്റടിച്ച് വട്ടം കറങ്ങുകയോ, സ്ഥിത പോതേ മഹാർണവേ. മഹാസമുദ്രത്തിൽപ്പെട്ടു പോവുകയോ, സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയോ ചെയ്യുമ്പോഴും. പതൽസു ച അഭി ശസ്ത്രേഷു. പതൽസു പതിക്കപ്പെടുക. ച അഭി ശസ്ത്രേഷു ശസ്ത്ര ആയുധങ്ങൾ. സംഗ്രാമേ പൃച്ഛദാരുണേ. സംഗ്രാമം യുദ്ധത്തിൽ പൃച്ഛദാരുണേ
ഭൃശം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, ദാരുണമായത്. അതായത് അതിഭയങ്കരമായ യുദ്ധത്തിൽ സർവബാധാസു ഘോരാസു, ഘോരങ്ങളായ മഹാബാധകളാൽ വേദനാഭ്യർത്ഥിതോപിവ, വേദനയാൽ പീഡിക്കപ്പെടുകയോ ചെയ്യുമ്പോഴും. അപ്പം എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ പറഞ്ഞേ? കള്ളന്മാർ വിജനപ്രദേശത്ത് വെച്ച് ബന്ധിക്കുകയോ ചുറ്റപ്പെടുകയോ ചെയ്യുക, സിംഹം പുലി മുതലായവയോ കാട്ടാനകളാലോ കാടുകളിൽ അകപ്പെടുകയോ ചെയ്യുക, ക്രോധം കൊണ്ട് രാജാവ് വധിക്കാനോ ബന്ധിക്കാനോ ആജ്ഞാപിക്കുക, കാറ്റ് ചുഴലിക്കാറ്റ് തുടങ്ങിയവയിൽ പെട്ടുപോവുക, സമുദ്രത്തിൽ മുങ്ങിപ്പോവുക, സ്ഥിതപ്പോതേ മഹാർണവേ, ഘോരം അർണവം എന്ന് പറയുന്ന സമുദ്രത്തിൽ പെട്ടുപോവുകയോ, പതൽസൂച്ച ആഭിശസ്ത്രേഷു, ശസ്ത്രങ്ങളാൽ യുദ്ധത്തിൽ സംഗ്രാമേ വൃഷധാരന് വർദ്ധിച്ച ദാരുണമായ യുദ്ധത്തിൽ ശസ്ത്രങ്ങളാൽ ആയുധങ്ങളേൽക്കുകയോ, സർവബാധാസു ഘോരാസു, ഘോരങ്ങളായ മഹാമാരി ഉണ്ടാകുക, ബാധകളൊക്കെ വന്നാലോ, വേദനയാൽ വേദനാഭ്യർത്ഥിതോപിവ, അർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പീഡിതരാക്കുക. അപ്പോൾ വേദനയാൽ ദുഃഖിക്കപ്പെടുകയോ ചെയ്യുക. സ്മരൻ മമൈത ചരിതം. അപ്പം അതുകൂടാതെ ഒരു വരി കൂട്ടിച്ചേർത്തില്ലേ, മഹാസർപ്പേണ, വലിയ സർപ്പങ്ങൾ കടിക്കുകയോ, സർപ്പേണ അനുഗതോപിവ, സർപ്പം നമ്മളെ അനുഗമിക്കുകയോ ചെയ്യുക, നമ്മുടെ പിന്നാലെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ, സ്മരൻ മമൈത ചരിതം, മമ ഏതത് ചരിതം, സ്മരൻ ഓർക്കുക, എൻ്റെ ഈ ചരിതത്തെ ഓർക്കുക. അപ്പോൾ എന്തുണ്ടാവും? നരോ മുച്ഛേദ സങ്കടാത്, അവർ അതാത് സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, പ്രതീക്ഷിക്കാതെ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾക്ക് സങ്കടമുണ്ടാകുമ്പോൾ ആ സങ്കടത്തിൽ നിന്നെല്ലാം നമ്മൾ ദേവി മാഹാത്മ്യ ചരിതത്തെ ഓർത്താൽ അതിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടും. മമ പ്രഭാവാത് സിംഹാദ്യാഹ, മമ എൻ്റെ പ്രഭാവം കൊണ്ട്, സിംഹം ആദിയായ, സിംഹം മുതലായ, ദസ്യവോ വൈരിണസ്തത, ശത്രുക്കളാലോ കള്ളന്മാരാലോ, ദൂരാദേവ പലായന്തി. അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ സ്മരത ചരിതം മമ, എൻ്റെ ഈ ചരിതം കേൾക്കുകയാണെങ്കിൽ അവരെല്ലാവരും ദൂരെ പോയി ഒളിക്കും. ദൂരാദേവ പലായന്തി, അവർ ഓടിപ്പോകും ദൂരത്തേക്ക് എന്ന് പറയുന്നു. ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ദേവി മാഹാത്മ്യം കേൾക്കുകയാണെങ്കിൽ ആ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും എന്ന് പറയുന്നു. അതായത് ദേവി പറഞ്ഞതാണ് ഇതെല്ലാം. ഇത്രയും നേരം ദേവിയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ അതായത് കള്ളന്മാരോ കൊള്ളക്കാരോ പിടിക്കപ്പെടുകയോ, കൊള്ളക്കാരാലോ കള്ളന്മാരാലോ വിജന സ്ഥലത്ത് വെച്ച് പിടിക്കപ്പെടുകയോ, ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയോ, സിംഹം പുലി മുതലായവയാൽ ആക്രമിക്കപ്പെടുകയോ, കാട്ടാനകളാൽ ആക്രമിക്കപ്പെടുകയോ, രാജാക്കന്മാരാൽ കോപം കൊണ്ട് വധിക്കാനോ ബന്ധിക്കാനോ ആജ്ഞാപിക്കുകയോ, പിന്നെ ചുഴലിക്കാറ്റാൽ അല്ലെങ്കിൽ കാറ്റുകൊണ്ട് കാറ്റാൽ വട്ടം കറങ്ങുന്ന സമയത്ത്, സമുദ്രത്തിൽ മുങ്ങി താഴുന്ന സമയത്ത്, പോതെ എന്ന് പറഞ്ഞാൽ പതിക്കുക, അപ്പം സമുദ്രത്തിൽ പതിക്കുന്ന സമയത്ത്, പതൽസു ചാവി ശസ്ത്രേഷു സംഗ്രാമേ വൃഷധാരുണേ, സംഗ്രാമം യുദ്ധമാണ്. യുദ്ധത്തിൽ ഭയങ്കരമായ യുദ്ധം നടക്കുമ്പോൾ ശസ്ത്രങ്ങൾ ആയുധങ്ങളാൽ ബാധിക്കുകയോ ആയുധങ്ങൾ കൊള്ളുകയോ, ഘോരങ്ങളായ സർവബാധ, ഘോരങ്ങളായ ഭയങ്കരമായ ബാധകളുണ്ടാകുക, അതായത് മഹാമാരി മുതലായ വേദനകൾ ഉണ്ടായ വേദന, അർദ്ധിതോപിവ, ആ വേദനകളാൽ പീഡിതരാകുമ്പോഴും നമ്മൾ മഹാസർപ്പേണ ദഷ്ടോവ, വലിയ സർപ്പങ്ങളാൽ
കടിക്കപ്പെടുകയോ സർപ്പേണ അനുഗതോപിവ സർപ്പങ്ങൾ നമ്മുടെ പിന്നാലെ വരിക അനുഗമിക്കുകയോ ചെയ്യുമ്പോഴും, അതായത് പ്രതീക്ഷിക്കാത്ത എല്ലാ സന്ദർഭങ്ങളിലും സ്മരൻ മമ ഏതത് ചരിതം, എൻ്റെ ഈ ചരിതം സ്മരിച്ചാൽ നരോ മുച്ഛേദ സങ്കടത, നരൻ എന്ന് പറഞ്ഞ മനുഷ്യർ മുച്ഛേദ മോചിപ്പിക്കപ്പെടും, അവരുടെ സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. പിന്നെ ദേവി പറയുന്നു, മമ പ്രഭാവാത്, എൻ്റെ പ്രഭാവത്താൽ സിംഹാദ്യ, സിംഹം മുതലായ ദസ്യവോ വൈരിണസ്ഥത, വൈരി എന്ന് പറഞ്ഞാൽ ശത്രുക്കളാലോ കൊള്ളക്കാരാലോ നമ്മൾ ബാധിക്കപ്പെടുമ്പോൾ ദൂരാദേവ പലായന്തി സ്മരതത്ത ചരിതം മമ, എൻ്റെ ഈ ചരിതം, ഈ ദേവി മാഹാത്മ്യം കേട്ടാൽ അവർ ദൂരത്തേക്ക് പോയി ഓടി വിളിക്കും എന്ന്. ഇനി ഋഷി തുടരുക. ഇത്ര നേരം ദേവിയാണ് പറഞ്ഞത്. ഇനി ഋഷി തുടരുന്നു. ഋഷിരുവാച, ഋഷിക്ക് വാച ഇത്യുക്ത സാ ഭഗവതി ഇതി ഉക്ത, ഇത്യുക്ത ഇപ്രകാരം പറഞ്ഞിട്ട്, ഉക്ത എന്ന് പറഞ്ഞാൽ പറയുക, ഇപ്രകാരം പറഞ്ഞിട്ട് സാ ഭഗവതി, ആ ഭഗവതി, ഭഗവതി ഭഗങ്ങളെല്ലാം തികഞ്ഞവൾ, ആ ഭഗവതി ചണ്ഡിക, ചണ്ഡവിക്രമയായ ആ ചണ്ഡികാദേവി പശ്യതാം ഏവ ദേവാനാം, ദേവന്മാരൊക്കെ നോക്കി നിൽക്കവേ, പശ്യതാം ഏവ ദേവന്മാരെല്ലാം നോക്കി നിൽക്കവേ, തത്ര ഏവ അന്തരധീയത, അവിടെ തന്നെ അന്തർധാനം ചെയ്തു. അന്തരധീയത, അകത്തേക്ക് പോയി എന്ന് പറഞ്ഞാലോ, അന്തർധാനം ചെയ്തു. അപ്പം ഇപ്രകാരം പറഞ്ഞിട്ട് ആ ദേവി, ചണ്ഡവിക്രമയായ ആ ചണ്ഡികാദേവി ദേവന്മാരെല്ലാം നോക്കി നിൽക്കെ തന്നെ അവിടെ അന്തർധാനം ചെയ്തു. അടുത്ത ശ്ലോകം 31. തേവി ദേവാ നിരാതങ്കാഹ, അപ്പം ദേവന്മാരെല്ലാവരും നിരാതങ്കന്മാരായി, ആതങ്കമില്ലാത്തവരായി. ആതങ്കം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ. അപ്പോൾ ദേവന്മാർ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. എന്തുകൊണ്ട്? ദേവന്മാരെ മറികടന്ന് ഈ അസുരന്മാർ ദേവന്മാരുടെ യജ്ഞഭാഗങ്ങളും അവരുടെ എല്ലാ അധികാരങ്ങളും പിടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അധികാരാന്യഥാ പുര, അപ്പോൾ ദേവന്മാർക്കൊക്കെ ഈ അധികാരങ്ങളെല്ലാം പണ്ടത്തെ പോലെ, യഥാപുര പണ്ടത്തെ പോലെ തിരിച്ചു കിട്ടി. അപ്പം യജ്ഞഭാഗഭുജ സർവേ, എല്ലാ ദേവന്മാരും അവരവരുടെ യജ്ഞഭാഗങ്ങൾ ഭുജിക്കാൻ തുടങ്ങി, അവർക്ക് യജ്ഞഭാഗങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ചക്രൂർ വിനിഹതാരേഹ, ചക്രുഹു എന്ന് പറഞ്ഞാൽ ചെയ്തു, ആരേഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, വിനിഹതാരയ ശത്രുക്കളെ എല്ലാം കൊന്നു. അപ്പം ശത്രുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാർ ഹാപ്പിയായി, അവരുടെ ദുഃഖങ്ങളൊക്കെ പോയി, അവർക്ക് അവരവരുടെ യജ്ഞഭാഗങ്ങളൊക്കെ ഭുജിക്കാൻ കിട്ടി. പണ്ടത്തെ പോലെ തന്നെ അവർ വാണു. ദൈത്യാശ്ച ദേവ്യാ നിഹതേ, ദൈത്യാഹ ച ദൈത്യന്മാർ, ആ അസുരന്മാർ ദേവിയാൽ നിഹതേ ചതുർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ശുംഭേ ദേവരിപൗയുധി, ദേവരിപുവായ ആ ശുംഭൻ യുദ്ധത്തിൽ ജഗത് വിധ്വംസകേ തസ്മിൻ, ആ ജഗത്തിനെ ധ്വംസനം ചെയ്തിരിക്കുന്ന ആ ഉഗ്രന്മാരായ അതുല വിക്രമന്മാരായ ആ അരികളെ അല്ലെങ്കിൽ ദേവരിപുക്കളെ, ആ അസുരന്മാരെ ദേവി കൊല്ലപ്പെട്ടപ്പോൾ എന്നർത്ഥം. അവരെയൊക്കെ ദേവി കൊന്നു. അപ്പം ദേവരിപുക്കളെ ദേവി കൊന്നു. മഹാ ഉഗ്ര അതുല വിക്രമം, ഉഗ്രന്മാരും അതുല വിക്രമന്മാരുമായ ആ അസുരന്മാരെ ദേവി കൊന്നു എന്നർത്ഥം, കൊല്ലപ്പെട്ടു. അപ്പം ദൈത്യാശ്ച ദേവ്യാ നിഹതേ ശുംഭേ ദേവരിപോ യുധി യുദ്ധം,
ജഗദ്വിധ്വംസകേ തസ്മിൻ മഹോഗ്രേ അതുലവിക്രമേ. നിശുംഭേച മഹാവീര്യനായ നിശുംഭനും കൊല്ലപ്പെട്ടു. ശേഷ പാതാളമായ യൂഹു, ആയയൂഹു എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. ബാക്കിയുണ്ടായിരുന്ന അസുരന്മാർ പാതാളത്തിലേക്ക് ഓടിയൊളിച്ചു. അവർക്ക് പിന്നെയും ജീവിക്കണമല്ലോ. അപ്പം ജീവിക്കാൻ വേണ്ടി ബാക്കിയുണ്ടായിരുന്ന അസുരന്മാർ പാതാളത്തിൽ പോയി ഒളിച്ചു. പാതാളം ആയയൂഹു പോയി ഒളിച്ചു. ഏവം ഇപ്രകാരം ഭഗവതി ദേവി, ആ ഭഗവതിയായ ദേവി, സാ അവൾ നിത്യാഭി പുനഃ, അവൾ നിത്യയാണ് ആ ദേവി. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. സംഭൂയ ഭവിച്ചു, സമ്യക്കായി അവതരിച്ചു. കുരുതേ ഭൂപ ജഗത പരിപാലനം, അല്ലയോ രാജാവേ, ആ ദേവി ജഗത്തിൻ്റെ പരിപാലനത്തിനായിക്കൊണ്ട് വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടിരുന്നു. അതായത് ദേവിയുടെ കർത്തവ്യമാണ് ജഗത പരിപാലനം. ജഗത്തിൻ്റെ പരിപാലനം ദേവിയുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി ദേവി വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടിരുന്നു എന്ന് രാജാവ് സുമേധസ് മഹർഷി രാജാവിനോട് പറഞ്ഞു. ഇത്രയും പഠിച്ചാൽ മതി. അപ്പം ഇത് ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ പറഞ്ഞുതരാം. അരണ്യേ പ്രാന്തരേ വാവീതാവാഗ്നി പരിവാരിതകാത്, കഴിഞ്ഞ ശ്ലോകം പഠിച്ചതാണ്. ദസ്യപേർവാവൃതശൂന്യേ ഗ്രഹീതോ വാപി ശത്രുഭിഹി സിംഹവ്യാഘ്രാനി യാതോ വാ വനേ വാ വനഹസ്തിഭിഹി രാജ്ഞാ ക്രുദ്ധേന ചാജ്ഞപ്തോ വദ്യോഗബന്ധഗതോപി വാ ആകൂർണിതോ വാ വാതേന സ്ഥിതപ്പോദേ മഹാർണവേ പതൽസു വാരി ശസ്ത്രേഷു. വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, ശാസ്ത്രം ശസ്ത്രങ്ങൾ. സംഗ്രാമേ വൃഷദാരുണേ സർവബാധാസു ഘോരാസു വേദനാഭ്യർത്ഥിതോപി വാ മഹാസർപ്പേണ ദഷ്ടോ വാ സർപ്പേണാനുഗതോപി വാ സ്മരത് മമൈതച്ചരിതം നരോ മുച്യേത സങ്കടാത്. ഇത്രയതിൻ്റെ അർത്ഥം ആദ്യം പറയാം, അത് കഴിഞ്ഞ് ബാക്കി ഓരോന്നും വായിക്കാം. അപ്പം വൻ കാട്ടിലകപ്പെട്ട് വഴിയറിയാതെ നമ്മൾ പരിഭ്രമിക്കുക, ഗുഹയ്ക്കുള്ളിലകപ്പെട്ട് പേടിക്കുക, കാട്ടുതീ ചുറ്റും പറ്റിപ്പിടിച്ച് അതിനിടയിലാകുക, മോഷണം പിടിച്ചു പറിക്കലും അത് തൊഴിലാക്കിയിരിക്കുന്ന കള്ളന്മാരുടെ നടുവിൽ വിജനത്തിൽ അകപ്പെടുക, ശത്രുക്കൾ പിടിച്ചു ഇട്ടിരിക്കുക, മനുഷ്യരെ ഉപദ്രവിക്കുന്ന സിംഹം, പുലി മുതലായവകൾ അനുഗമിക്കുക, വൻകാട്ടിൽ കാട്ടാനകൾ ഓടിക്കുക, വധാർഹനായി രാജാവിനാൽ നിയോഗിക്കപ്പെടുക, ബന്ധനസ്ഥനാക്കുക, അതിഭയാനകമായ യുദ്ധത്തിൽ ശത്രുക്കളുടെ ശസ്ത്രങ്ങളേറ്റു തുടങ്ങുക, എല്ലാ ഘോരങ്ങളായ ഭയങ്കര ബാധകളുടെയും ഉപദ്രവമുണ്ടാവുക, വേദന സഹിക്കാതാവുക, മഹാസർപ്പം കടിക്കുകയോ ഓടിക്കുകയോ ചെയ്യുക എന്നീ സന്ദർഭങ്ങളിൽ എൻ്റെ ഈ ചരിതമാഹാത്മ്യത്തെ സ്മരിച്ചാൽ അതാത് സങ്കടങ്ങളിൽ നിന്നെല്ലാം നിശ്ചയമായും മോചനം ലഭിക്കും എന്ന് ദേവിയാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. മമ പ്രസാദാത് സിംഹാദ്യ ദസ്യവോ വൈരിണസ്തഥാ ദൂരാദേവ പലായന്തേ, പലായനം ചെയ്യുക, ഓടിപ്പോവുക. സ്മരതച്ചരിതം മമ സ്മരഹ ഏതച്ചരിതം മമ ചരിതം, എൻ്റെ ചരിതം. അപ്പം സിംഹാദി ദുഷ്ടമൃഗങ്ങളും കള്ളന്മാരും ശത്രുക്കളും എൻ്റെ ചരിത സ്മരണത്താൽ അകലെ ഓടിയൊളിക്കും, പലായനം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്യുക്ത്വാ സാ ഭഗവതി ചണ്ഡിക ചണ്ഡവിക്രമ പശ്യതാം സർവദേവാനാം തത്രൈവാന്തരധീയത. അതിഭയങ്കരമായ പരാക്രമത്തോടുകൂടിയ ഭഗവതി ചണ്ഡിക എല്ലാ ദേവന്മാരും നോക്കി നിൽക്കെ അവിടെ തന്നെ മറഞ്ഞു. തേബി ദേവാ നിരാതങ്കാഹ സ്വാധികാരാനതാപുര യജ്ഞഭാഗഭുജ സർവേ ചക്രോർവിനിഹതാരയ
ആ ദേവന്മാർ മാനസതാപങ്ങളൊന്നുമില്ലാത്തവരായി തീർന്നു. അവരുടെ സങ്കടങ്ങളിൽ ആതങ്കങ്ങൾ, ദുഃഖങ്ങളൊക്കെ പോയി. അവർ അവരുടെ അധികാരങ്ങൾ പണ്ടേ പോലെ നടത്തുവാൻ തുടങ്ങി. സ്വാധികാരം, തൻ്റെ തന്നെ അധികാരങ്ങൾ യഥാപുര പണ്ടത്തെ പോലെ നടത്താൻ തുടങ്ങി. അവരുടെ ശത്രുക്കളായ അസുരന്മാരെ ദേവി നിഗ്രഹിച്ചതുകൊണ്ട് കിട്ടാതിരുന്ന യാഗഭാഗം, യജ്ഞഭാഗം എന്നൊക്കെ പറയും, ആ ഹവിസുകളൊക്കെ ദേവന്മാർ തന്നെ ഭക്ഷിക്കുവാൻ തുടങ്ങി. അവർക്ക് തന്നെ അവരുടെ സ്ഥാനവും എല്ലാം തിരിച്ചു കിട്ടി. ദേവ്യാജ ദൈത്യേ നിഹതേ ശുംഭേ ദേവരിഭോയുധി ജഗദ്വിധ്വംസകേ തസ്മിൻ ജഗദ്വിധ്വംസകേ മഹോഗ്രേ അതുലവിക്രമേ നിശുംഭേ ച മഹാവീര്യേ ശേഷാപാതാളമായൂഹു. ദേവന്മാരുടെ ശത്രുവായി കഴിഞ്ഞുകൂടിയിരുന്ന ശുംഭനും മഹാവീര്യവാനും അതുല പരാക്രമിയുമായിരുന്ന നിശുംഭനും ജഗത്തിന് പൊതുവെ നാശമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദേവി അവരെ നിഗ്രഹിച്ചു. അനന്തരം ശേഷിച്ച അസുരന്മാർ പോയി രക്ഷപ്പെടാനായി ശ്രമിച്ചു. അവർ പാതാളത്തിൽ പോയി ഒളിച്ചു. ഏവം ഭഗവതി ദുർഗ സാന്നിധ്യാപി പുനഃ സംഭൂയ കുരുതേ ഭൂപ ജഗത പരിപാലനം. അല്ലയോ രാജാവേ, ജഗത് പരിപാലനാർത്ഥം മുറയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുർഗാ ഭഗവതി നിത്യ തന്നെ എന്നറിഞ്ഞാലും ലോകരക്ഷണം ആണ് ദേവിയുടെ കർത്തവ്യം എന്ന് രാജാവിനോട് ഋഷി പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. അടുത്ത 5 ശ്ലോകങ്ങളേ ഉള്ളൂ. അതും കൂടെ അടുത്ത ക്ലാസ്സിലെടുത്ത് നമ്മുടെ ഈ അധ്യായം നമുക്ക് സമർപ്പണം ചെയ്യാം. അതുവരേക്കും ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമയ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ.